അതുകൊണ്ടല്ലോ നമ്മുടെ പഴയ വീട് പൊളിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലേ, നമുക്ക് KSCB ഇത് നല്ല മുട്ടം പണി കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു. അതായത് എൻ്റെ സ്ഥലത്ത് നിന്നിരുന്ന ഞങ്ങളുടെ പഴയ വീട് നമ്മൾ പൊളിച്ചല്ലോ, JCB ഒന്ന് പൊളിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവിടെ നിന്നിരുന്ന മീറ്റർ ഉണ്ടല്ലോ, അത് നമ്മളൊരു 11 വർഷം മുന്നേ അതിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് കണക്ഷൻ വിച്ഛേദിച്ചതായിരുന്നു. പക്ഷേ കണക്ഷൻ വിച്ഛേദിച്ചാൽ മാത്രം പോരാ, അത് എടുത്തുകൊണ്ട് പോകാൻ, ആ മീറ്റർ എടുത്തുകൊണ്ട് പോകാൻ വേറെ ആപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു അത്രേ. ഇതൊക്കെ ആര് പറഞ്ഞു തന്നിട്ടാണ്? നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. വീട് പൊളിച്ച് പിറ്റേ ദിവസം KSCB ആൾ വന്നിട്ട് ഞങ്ങളുടെ മീറ്റർ താന്ന് പറഞ്ഞു. നമ്മളെങ്ങനെ കൊടുക്കാനാ? എൻ്റെ അടിയിലായി പോയില്ലേ. ഇപ്പോൾ ഇതാ ഡോപ്പിയും ഡാഡിയും കൂടെ നല്ല കട്ടാമ്പാര വെച്ച് മൊത്തം, കമ്പിപ്പാര വെച്ച് മൊത്തം ഇങ്ങനെ കുത്തി ഇളക്കി, മൊത്തമല്ല അതിൻ്റെ ഒരു വയറൊരിടത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ ഇളക്കി ചെന്നപ്പോൾ അവിടെ ഇല്ല സാധനം. അങ്ങനെ ഓരോ സ്ഥലത്ത് വയറ് കാണുന്നതനുസരിച്ച് ഇവർ ഇളക്കി മുറ്റം മുഴുവൻ കുഴിയാക്കി എന്ന് വേണം പറയാൻ. പക്ഷേ സംഭവം കിട്ടിയില്ല. അതിൻ്റെ വയറിങ്ങിൻ്റെ ഒരു സംഭവം മാത്രമേ കിട്ടിയുള്ളൂ. ഇത് തവിട് പൊടിയായി പോയിണ്ടാവും. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മീറ്ററിൻ്റെ പൈസ KSCBക്ക് കൊടുക്കണം. അപ്പം നിങ്ങളും ഇതുപോലെ പഴയ വീടൊക്കെ പൊളിക്കുമ്പോൾ കണക്ഷനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ മീറ്റർ എടുത്തുകൊണ്ട് പോകാനുള്ള അപേക്ഷ വേറെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെ പോലെ പണി കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇപ്പം മീറ്റർ കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ അടുത്ത ദിവസം പോയി പൈസ കൊടുക്കണം. അപ്പം ഞാൻ കുറേ നേരം ഒരു കുഴിക്കണൊക്കെ കണ്ടു വന്ന് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ കുറച്ച് മാതളം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇതുപോലെ ഉണ്ടാവും, പക്ഷേ പഴുത്ത് കിട്ടത്തൊന്നുമില്ല. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ കൊതിപ്പിക്കും. പിന്നെ പഞ്ചസാരപ്പഴം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടിപ്പെട്ട ആളതൊക്കെ എല്ലാം എടുത്ത് കഴിക്കാൻ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തല്ലു പിടിച്ച് 1-2 വാങ്ങി കഴിക്കും. നമുക്ക് നൊസ്റ്റാൾജിയല്ലേ ഈ സാധനം, എന്തോരം കഴിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തവണ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇത് പഴുത്തത് കുറേ ഉണ്ടായിരുന്നു. ഡാഡിയാണ് പിണങ്ങും, കുയിലിനും അണ്ണാനും ഒക്കെ കഴിക്കാനുള്ളതാണ്, എല്ലാം പറിച്ച് തിന്നല്ലേ എന്നൊക്കെ പറയും എന്നോട്. പക്ഷേ ഞാനെടുത്ത് കഴിച്ചോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറച്ചൊക്കെ ഇട്ടു, ബാക്കി ഞാനും കഴിച്ചു. ഇത് കഴിക്കുമ്പോൾ കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കാമെന്നുള്ള ഇത്രയും കിട്ടി കേട്ടോ എനിക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറുപ്പത്തിലേ എങ്ങനെയായിരുന്നു ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലല്ല, വേറെ വീട്ടിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ചായയും കുടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം നാളെ കാണാം.